ഇന്ന് ശരിക്കും നമ്മൾ ഹൈദരാബാദിലാണ്. എൻ്റെ കൂടെ നമ്മളുടെ റെഡ് ഡോട്ട് ഇവൻറ്റ്സ് അനീഷുണ്ട്, അതുപോലെ കോക്ടെയിൽ കേരളത്തിലെ പ്രസിദ്ധമായ കോക്ടെയിൽ മിക്സറായ ലിക്വിഡ് ലാബിൻ്റെ ഓണർ നമ്മുടെ ഹരിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ വെഡ്ഡിങ് ഇൻഡസ്ട്രിയിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മദ്യം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നാട്ടിൽ പിന്നെ വീടിൻ്റെ പുറകിലും അല്ലെങ്കിൽ ആരും കാണാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അതായത് ഇന്നത്തെ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ലിക്കറിന് വെഡ്ഡിങ് ഇൻഡസ്ട്രിയിൽ എന്തുമാത്രം ഒരു 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 ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഹരിയോട് തന്നെ ഒന്ന് ചോദിക്കാം. ഞങ്ങളിപ്പോൾ ശരിക്കും വന്നേക്കുന്നത് ഇവിടെ ഫോർജ്, അപ്പം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും ഹരി തന്നെ പറയാം. നമുക്ക് ഹരിയിലേക്കൊന്ന് പോവാം. നമ്മളിപ്പോൾ ഹൈദരാബാദിലെ ഫോർജിലാണ് വന്നിരിക്കുന്നത്. ഫോർജിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പ്രസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആംബിയൻസ്, ഇല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഒരു ഹോം മെയ്ഡ് ബ്രൂസ്, അതെല്ലാം അടിപൊളിയായിരുന്നു. സോ ഞങ്ങളിങ്ങനെ ഒരു ഡിസ്കഷനിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കായിരുന്നു ഇവിടെ രാഹുലേട്ടൻ്റെ ഒരു സംസാരം വന്നത്. ആൽക്കഹോൾ ഇപ്പോൾ ഉള്ള വെഡ്ഡിങ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ പുതിയ വരുന്ന വെഡ്ഡിങ്സിലെല്ലാം തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള സംഭവം ആൽക്കഹോളിന് ഒരിക്കലും ഇത് പ്രൊമോട്ട് ചെയ്യുന്നൊരു വീഡിയോയോ ആൽക്കഹോളിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല. പക്ഷേ ആൽക്കഹോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡ്രിങ്കിങ് കൾച്ചർ നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു വെഡ്ഡിങ് അല്ലെങ്കിൽ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ പറമ്പിൽ മാറി നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കള്ളുകുടിപ്പിച്ച് കൊടുത്തുകൊണ്ടിരുന്നത് തന്നെ ഇപ്പം ലൈവായിട്ട് കുറച്ചും കൂടി പ്രൊഫഷണൽ സ്റ്റൈലിൽ അത് സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ഒരു കാറ്ററിങ്ങിനൊപ്പം പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കൂടുതലും ബെനിഫിറ്റ്സ് തന്നെയാണ് ഉണ്ടാകുന്നത്. കാര്യം സോഷ്യൽ ഡ്രിങ്കിങ് ആകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് മോർ ദാൻ എ ഡ്രിങ്കിങ് ഒരു എക്സ്പീരിയൻസ് ആണിത്. അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സ്റ്റോറീസ് അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസസ്, ഇറ്റ്സ് മോർ ദാൻ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു അതുപോലെ തന്നെ ആയിരിക്കും ഒരു മിക്സോളജിസ്റ്റും ഒരു വെഡിങ്ങിൽ പെർഫോം ചെയ്യുന്നത്. ശരിക്കും പിന്നെ ഹരിക്ക് ഏതെങ്കിലും ഇതേപോലെയുള്ള പ്രോഗ്രാമിന് പോയിട്ട് ഒരു ഗുഡ് എക്സ്പീരിയൻസ് എന്താ ഉണ്ടായിട്ടുള്ള, ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്? എനിക്ക് ബാഡ് എക്സ്പീരിയൻസസ് എന്ന് ഫീൽ ചെയ്ത് ലൈക്ക് വാട്ട് എവർ ഐ ഫീൽ അതിനെ ഞാൻ എപ്പോഴും ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാൻ നോക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസസ് എന്നില്ല. ഞാനൊരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളിൽ നിന്ന് ഞാൻ ഇവൻറ്റ്സിലോട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ദിവസവും കാണുന്ന ആളുകൾ വ്യത്യാസമുണ്ട്, ഓരോ ഡീൽ ചെയ്യുന്ന ഗസ്റ്റ് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ദ എൻഡ് ഓഫ് ദ ഈവൻറ്റ് ഗസ്റ്റ് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നൊരു കിക്കുണ്ട്. സോ ആ കിക്കിന് ഞാൻ ഭയങ്കരമായിട്ടൊരു വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇതിന് ശരിക്കും നമുക്കൊരു ലിക്കർ ഒരു പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈസൻസിങ് എങ്ങനെയൊക്കെയാണ്? നമ്മുടെ കേരള ഗവൺമെൻറ് ആക്ട് പ്രകാരം FL6 എന്ന് പറഞ്ഞ ഒരു ലൈസൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. FL6 ലൈസൻസിങ് എന്ന് പറയുന്നത് ഒരു പെർ ഡേ ലൈസൻസ്, 1 ഡേ പെർമിറ്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അതിന് ഗവൺമെൻറ് ഫീസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, കുറച്ച് റൂൾസ് ഉണ്ട് അതിനകത്ത്. സോ നമുക്ക് ചുമ്മാ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ FL6 എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ റൂട്ട്സ് കാര്യങ്ങളെല്ലാം ഗൂഗിൾ തന്നെ നമുക്ക് തരും. ഓക്കെ, ഇതായത് ഇപ്പോൾ ഇന്നത്തെ ഒരു വെഡ്ഡിങ് അല്ല വെഡ്ഡിങ്ങിന് കൂടുതലും കുറവാണെങ്കിൽ റിസപ്ഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രോഗ്രാംസ്, ഇതിനകത്ത് ഈ ഒരു ബാർ ടെൻഡിങ് എന്ന് പറയുന്ന ഒരു ആർട്ട് എന്ന് പറയും. അപ്പോൾ ആ ഒരു ആർട്ടിനെ ശരിക്കും എന്തുമാത്രം ഒരു ഇമ്പോർട്ടൻസ് ഹരിക്ക് തോന്നിയിട്ടുണ്ട്? ബാർ ടെൻഡിങ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ എപ്പോഴും ലിക്വിഡ് ലാബ് എന്ന് പറഞ്ഞൊരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരിക്കലും ആൽക്കഹോൾ കൊടുത്ത ഒരു ഗസ്റ്റിനെ വൈബിലോട്ട് എത്തിക്കാവുന്നതിനേക്കാൾ ഉപരി സോ ഐ വോണ്ട് ക്രിയേറ്റ് സം എക്സ്പീരിയൻസ്. ആ ഒരു വെഡ്ഡിങ്ങിന് വന്ന ഗസ്റ്റ് മേ ബി ആ ഒരു അവരുടെ ബാർടെൻഡിങ്ങിലായിരിക്കും ചിലപ്പം നോട്ടീസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ നമുക്ക് ഒരിക്കലും ഒരു ഗസ്റ്റിൻ്റെ ചിലപ്പോൾ ഡെക്കോറോ അല്ലെങ്കിൽ ബാക്കി വാട്ട് എവർ ഇറ്റ് ഈസ് അതിലായിരിക്കില്ല ഗസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത് ദ എലമെൻറ്റ്സ് വാട്ട് വി ക്രിയേറ്റ് ഓവർ ദെയർ, ലൈക്ക് മേ ബി ദ ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫൺ ആക്ടിവിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ദ ബാർടെൻഡിങ് ആയിരിക്കാം, കാറ്ററിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും എലമെൻറ്റ്സിൽ ഒരാൾ ഗസ്റ്റ് സ്റ്റക്ക് ഓൺ ആകുമ്പോഴും ആ ടോട്ടൽ ഇവൻറ്റിനെയാണ് ഇത് ഹൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അല്ല ഇപ്പം ഇപ്പം തന്നെ ഇത് കാണുന്ന പല ആൾക്കാരുടെ മനസ്സിൽ തോന്നുന്നൊരു കാര്യമാണ് ശരിക്കും ബാർ ടെൻഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനൊക്കെ ഇത്രയും പൈസ മുടക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരെയാണ്. തീർച്ചയായും അല്ല, അത് ഞാൻ ഒരിക്കലും ബാർടെൻഡിങ് പുഷ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെഡ്ഡിങ്ങിനകത്ത് ഒരു സിമ്പിളായിട്ട് നമുക്ക് രജിസ്റ്റർ ഓഫീസ് മാരേജ് നടത്താം, ഇതുപോലെ നമ്മളൊരു ഹൈഫൈ വെഡ്ഡിങ് നടത്തേണ്ട ആവശ്യമില്ല. ബട്ട് ഇത് നമുക്ക് ചോയ്സാണ്, നമുക്കത് വേണമെങ്കിൽ എടുക്കാം, വേണ്ടായെങ്കിൽ നമുക്ക് കളയാം. പക്ഷേ ഒരിക്കലും ഒരു പ്രൊഫഷണലായിട്ടൊരു ബാർടെൻഡർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടൊരു ബാർടെൻഡർ സെർവ് ചെയ്യുന്ന പോലെ ഒരിക്കലും ഒരാൾക്ക് തന്നെ നമ്മളുടെ ഒരു ഫാമിലി, ഈവൻ നമ്മളുടെ ഫാമിലിയിൽ എന്നോട് പല ഗസ്റ്റും പറയാറുണ്ട്
ഉണ്ട്, റെഗുലർ ബാർ കാര്യങ്ങളെല്ലാം അവരുടെ ഫാമിലി തന്നെ ഹാൻഡിൽ ചെയ്യും. പക്ഷേ ഞാനപ്പോൾ ആ ഗസ്റ്റിനെ മാക്സിമം, അതായത് അങ്ങനെയുള്ള ഗസ്റ്റിനാണ് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവരും നിങ്ങൾ വിളിക്കുന്നൊരു ഗസ്റ്റാണ്. സോ അവർക്ക് ആ പ്രോഗ്രാം എൻജോയ് ചെയ്യണം. അവരൊരിക്കലും അവർക്കൊരു റെസ്പോൺസിബിലിറ്റി കൊടുത്ത് അവരൊരു ബാറിൻ്റെ പുറകിൽ നിർത്തുമ്പോഴത്തേക്കും അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകും. മേ ബി അവർക്ക് ബുദ്ധിമുട്ടല്ലെങ്കിൽ പോലും അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ ദേ ആർ യുവർ ഗസ്റ്റ്, ലൈക്ക് വി ജസ്റ്റ് നോട്ട് ട്രീറ്റ് ദം ലൈക്ക്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ഇവന്റ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ക്ലയൻസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ പല പ്രോഗ്രാമിനും കോർപ്പറേറ്റ് ഇവന്റ്സിനൊക്കെ ആയാലും ബാർടെൻഡേഴ്സിനെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ കമ്പനി അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരാളെ വിളിക്കുന്നത്? അതിപ്പം ഒരിക്കലും ഒരു ക്ലയൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഒരു കുറേ യൂണിഫോം ഇട്ടേക്ക്, ഒരു ലൈറ്റ് റൗണ്ടേഴ്സ്, കുറച്ച് നല്ല ഗ്ലാസ്, ക്രിസ്റ്റൽ ഗ്ലാസസ് അതിനകത്ത് ഒരിക്കുന്നു, പല കളേഴ്സ് വരുന്നു, മോക്ടെയിൽസ് കോക്ടെയിൽസ് ഒക്കെ വരും എന്നുള്ളതല്ലാണ്ട് ഇപ്പം ഇവർക്ക് ഒരിക്കലും ഇതിനകത്തുള്ള ഒരു വ്യത്യാസം മനസ്സിലാവില്ല. എന്തായിരിക്കും ആ ഒരു ക്ലയൻറ്റുകൾ നോക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. കാര്യം നമ്മളുടെ പല ഗസ്റ്റിൻ്റെയും കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഓൾഡർ ജനറേഷന് അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവർക്ക് അവർക്ക് തോന്നുന്നൊരു പ്രശ്നം, കോക്ടെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഷുഗർ അല്ലെങ്കിൽ കുറേ ജ്യൂസും ആൽക്കഹോളും മിക്സ് ചെയ്യുന്നതാണ് കോക്ടെയിൽ എന്നാണ് കുറേ ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ അത് ബേസിക്കലി തെറ്റാണ്. കോക്ടെയിൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഇപ്പം ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ പീപ്പിൾ ഡോണ്ട് വാണ്ട് ഷുഗർ, സീറോ ഷുഗർ ആയിരിക്കും, സീറോ ജ്യൂസസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് വി ക്യൂറേറ്റ് കോക്ടെയിൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ പിക്കിൾ ചെയ്തിട്ട് അതിൽ നിന്ന് ചെയ്യാറുണ്ട്. ലൈവായിട്ട് കോൾഡ് പ്രസ് ചെയ്യുന്ന ജ്യൂസസിൽ നിന്ന് കോക്ടെയിൽ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ ബട്ടർ, കോക്കനട്ട് ഓയിൽ, ഏറ്റവും നല്ലൊരു വാഷിംഗ് മെത്തേഡ്, അതായത് നമുക്ക് ആൽക്കഹോളിനെ വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, ഒരു ഫാറ്റ് വാഷിംഗ് മെത്തേഡ് ആണ് നമ്മളുടെ വെളിച്ചെണ്ണ നമ്മൾ ആൽക്കഹോളുമായിട്ട് മിക്സ് ചെയ്ത് അതിനെ സൂവ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ആൽക്കഹോളിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. സോ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആൽക്കഹോൾ കഴിക്കുമ്പം ഫീൽ നമ്മുടെ വെന്ത വെളിച്ചെണ്ണ എന്നുള്ള സാധനം കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫീൽ നമുക്ക് ആ ഒരു വിസ്കി അല്ലെങ്കിൽ ഏതൊരു വോഡ്ക ഓർ വാട്ട് എവർ ഇറ്റ് ഇസ് കഴിക്കുമ്പോൾ നമ്മളുടെ നാവിൻ്റെ രണ്ട് ടേസ്റ്റ് ബഡ്സിലും ആ വെളിച്ചെണ്ണ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്താ ക്രീമി ടെക്സ്ചർ. ശരിക്കും ഇതിനകത്ത് എന്തൊക്കെ ടൈപ്പാണ് നമുക്ക് അങ്ങനെ ടൈപ്സ് വല്ലതും ഉണ്ട്? ഇപ്പം ഞാനാണെങ്കിൽ പോലും കാണുമ്പം ഒരാൾ ഇരിക്കുന്നു അല്ലെങ്കിൽ ഒരു ബാർടെൻഡിങ് ഒരു കൗണ്ടർ കാണുന്നു എന്നുള്ളത് അതിനകത്ത് പല ടൈപ്സ് ഓഫ് എന്തെങ്കിലും ആക്കോ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായും. അതായത് ഓരോ ആൾക്കാർക്കും ഓരോ ടൈപ്പ് ഓഫ് ടേസ്റ്റ് ബഡ്സ് ആയിരിക്കും. മേ ബി ചിലവർക്ക് സോർ ഫ്ലേവർ ആയിരിക്കും ഇഷ്ടം, ചിലവർക്കൊരു സ്വീറ്റ് ഫ്ലേവർ ആയിരിക്കും ഇഷ്ടം, ചിലവർക്കൊരു റിഫ്രഷിംഗ് ആയിരിക്കും, ചിലവർക്കൊരു ഫിസി ആയിരിക്കും, ചിലവർക്കൊരു ബിറ്റർ ഫ്ലേവർ ആയിരിക്കും ഇഷ്ടം. ഈവൻ ഐ എം എ ബിറ്റർ പേഴ്സൺ, ലൈക്ക് ഞാൻ എപ്പോഴും ഒരു കുറച്ച് ടൈപ്പുള്ള കോക്ടെയിൽസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഓരോ ആൾക്കാർക്കും ഒരു ടേസ്റ്റ് ബഡിൻ്റെ ഒരു ബാലൻസിങ് ഉണ്ട്. സോ നമ്മൾ ആസ് എ ബാർടെൻഡർ വാട്ട് വി ഡൂയിങ് ഇസ് ലൈക്ക് ഫസ്റ്റ് നമ്മൾ അവരോട് സംസാരിച്ചിട്ട് അവർക്ക് ഏത് ഫ്ലേവറാണ് അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് ഏത് സ്റ്റൈലാണ് അവർക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ കോക്ടെയിൽസ് പ്രിഫർ ചെയ്യുന്നത്. ചെയ്യുന്ന രീതിയിലാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. നമുക്കിപ്പം ഷേക്കിംഗ് മെത്തേഡ്, ബൈറ്റിംഗ് മെത്തേഡ്, ബോൾട്ടിംഗ് മെത്തേഡ്, അങ്ങനെ പല പല മെത്തേഡ്സിലൂടെയാണ് നമ്മൾ കോക്ടെയിൽസ് ബിൽഡ് ചെയ്തത്. അത് ഓരോ ഡിഫറെൻറ്റ് കോക്ടെയിലിനെയും അതിൻ്റെ സ്ട്രക്ചറിനെ അനുസരിച്ചിരിക്കും ഏത് സ്റ്റൈൽ ഓഫ് കോക്ടെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇന്ന് ഇവിടെ വന്നതുപോലും ഹരി പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം എന്താണ് ഈ ഒരു ബാറിന്റെ? സോ ഇത് ഫ്രോഗ് എനിക്ക് തോന്നിക്കുന്ന 2026 ബെസ്റ്റ് മൈക്രോ ബ്രൂ ഇൻ ഹൈദരാബാദ് എന്നുള്ളൊരു അവാർഡ് കിട്ടിയ പ്രോപ്പർട്ടിയാണ്. ആൻഡ് ഇപ്പം മാംഗോ സീസൺ ആണ്. ബേസിക്കലി ഐ എം എ ബിഗ് ഫാൻ ഓഫ് മാംഗോ. അപ്പം മാംഗോ സീസൺ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, നല്ല മാംഗോ ബീസ് ഇവിടെ കിട്ടും. ഇവൻ കേരളത്തിൽ മൈക്രോ ബ്രൂവറി ഇല്ലാത്തതിൻ്റെ നല്ല വിഷമം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഐ ട്രാവൽ ടു ബാംഗ്ലൂർ ആൻഡ് ഹൈദരാബാദ് ഓൺലി ഫോർ ഹാവിംഗ് ദ ഗുഡ് ബിയേഴ്സ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? നമ്മൾ ഈ ഒരു സോ ഇത് ഇൻഹൗസ് ബ്രൂവറി ആണ് അവർക്ക്. അത് ഇവിടെ തന്നെ ബ്രൂ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ആ ബ്രൂ വിസിറ്റ് നടത്താം. ലൈക്ക് എങ്ങനെയാണ് ബിയർ ഉണ്ടാക്കുന്നത്, അതിന്റെ ചേമ്പേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് എന്തായാലും വരാം. അപ്പോൾ എന്തായാലും നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. നമുക്ക് നമ്മുടെ ബിയറിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്, അതായത് നമ്മുടെ ബിയറിൻ്റെ എങ്ങനെയാണോ നമ്മൾ വരുന്ന ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മളുടെ മാൾട്ട് അതുപോലെ സാധനങ്ങൾ, അതായത് മാൾട്ടിന് തന്നെ പല ഡിഫറൻഷ്യേഷൻസ് ഉണ്ട്. റോസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിനെ സൺ ഡ്രൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. സോ ഈ മാൾട്ട് സാധനങ്ങളെല്ലാം ഇതിനകത്തിട്ട് നമ്മൾ ചതച്ചെടുക്കും. സോ ഇതിനകത്തിരിക്കുന്ന ടൂൾസ് അങ്ങനെ വരും. ഇത് നന്നായിട്ട് ചതഞ്ഞ് വരുമ്പോൾ ചതച്ചിട്ട് ഇതിനടിയിലൊരു സ്ട്രെയിനർ പോലെയാണ്, ഒരു അരിപ്പ പോലെയാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. സോ ഈ ജ്യൂസ് ഈ അരിപ്പയെ കൂടെ താഴത്തോട്ട് വന്ന് അപ്പം അതിൻ്റെ ബാക്കി ബൈ പ്രോഡക്ട്സ് മൊത്തം ഇതിനകത്ത് നിൽക്കും. സോ ഈ ജ്യൂസ് മൊത്തം ഈ പൈപ്പ് വഴി ഈ ചേമ്പറിനകത്താണ് വരുന്നത്. ഈ ചേമ്പറിനകത്ത് വന്നു കഴിയുമ്പോൾ ഇത് ബോയിലിംഗ് ചേമ്പറാണ്. സോ ഇതിനടിയിൽ നിന്ന് തിളയ്ക്കും. ഇത് തിളച്ച് സോ ആ സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് ഹോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഹോപ്സ് ആഡ് ചെയ്ത് ഇതിനെ കുക്ക് ചെയ്യും. സോ ഇതിനെ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് ഈ ബോയിൽ ചെയ്ത പ്രോഡക്റ്റ് നേരെ ആ ഒരു സൈഡിലുള്ളൊരു പൈപ്പ് വഴി
നേരെ മൂവ് ചെയ്ത് അപ്പുറത്തെ നമ്മൾക്ക് കീപ്പ് ചെയ്യേണ്ട സ്ഥലത്തോട്ട്, അതായത് ഈ ചൂടിനെ നമ്മൾ നേരെ തണുപ്പിക്കും അപ്പുറത്ത് വന്ന്. സോ നമ്മൾ അവിടെ നിന്ന് ചൂടായി വരുന്ന ബിയറിനെ ഈ ചേമ്പേഴ്സിനകത്തേക്കാണ് നിറയ്ക്കുന്നത്. സോ ഈ ചേമ്പേഴ്സിന് ഒരു കോണിക്കൽ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഓൾറെഡി മാൾട്ട് ക്രഷായി വരുമ്പോൾ അതിനകത്ത് ഓൾറെഡി ഷുഗർ ഉണ്ട്. വി ആഡഡ് ദ ഷുഗർ ഓവർ ദെയർ. ഷുഗർ കൂടിയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ഈ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈസ്റ്റ് മുഴുവൻ ഷുഗറിനെ തിന്നും. സോ ഈസ്റ്റ് ഷുഗർ തിന്ന് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഈസ്റ്റിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഷുഗർ ഇല്ലാത്തപ്പോഴത്തേക്കും ഈസ്റ്റ് ഓൾറെഡി മരിക്കും. അങ്ങനെ ഈസ്റ്റ് മരിച്ച ഈസ്റ്റാണ് ഈ കോണിക്കൽ സൈഡിലോട്ട് വരുന്നത്. സോ നമ്മൾ ഈ ടാപ്പ് തുറന്നു കഴിയുമ്പോൾ ഇതിന്റെ വേസ്റ്റ് ആയുള്ള ഈസ്റ്റിൽ നമുക്ക് കളയാൻ പറ്റും. സോ അത് കഴിഞ്ഞ് ഇതിനകത്തൊരു ഫ്രഷ് ബിയർ മാത്രം, ഒരു ക്ലിയർ ബിയർ നമുക്ക് കിട്ടും. ഈ ക്ലിയർ ബിയറിനകത്തേക്കാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഫ്ലേവേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ മാംഗോ അല്ലെങ്കിൽ സ്ട്രോബെറി അങ്ങനെയുള്ള അതിൻ്റെ പൾപ്പ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് ഒരു 4-5 ദിവസത്തേക്ക് നമ്മൾ പാച്ചുറേഷൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഈ സാധനം നേരെ കൺവേർട്ടായി ഈ ചേമ്പറിനകത്ത് വരും. സോ ഈ ചേമ്പറിനകത്താണ് ഇതിനൊരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ടാവും. ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താണ് ഈ ചേമ്പേഴ്സ് നിൽക്കുന്നത്. നല്ല തണുപ്പായിരിക്കും തൊട്ട് പോയി കഴിഞ്ഞാൽ. അതിനകത്ത് ക്ലിയർ ലോക്ക് ഇതിനകത്ത് എല്ലാം ഓരോ ദിവസവും അതിൻ്റെ ടെമ്പറേച്ചർ എത്രയായിരുന്നു, അതിൻ്റെ മെയിൻറ്റെയിൻ കാര്യങ്ങളെല്ലാം എഴുതിയിടും. ഈ ചേമ്പറിൽ നിന്നാണ് നമ്മൾ താഴത്തെ ടാപ്പിലോട്ട് ഈ ബിയർ നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെയാണ് ഒരു മൈക്രോ ബ്രൂവറി സിംപിളി വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മൈക്രോ ബ്രൂവറിയിൽ ബിയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കണ്ടത്. ഇപ്പം എല്ലാവർക്കും സംഭവം മനസ്സിലായി. ഇതൊന്നും ആരും വീട്ടിൽ പോയി അനുകരിക്കാനോ ചെയ്യാനോ ഒന്നും പാടില്ല. ഇതൊന്നും എന്താ പറയുക, ഇത് മദ്യപാനം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒന്നുമല്ല. ജസ്റ്റ് ഈ പറയുന്നത് പോലെയൊക്കെ ഒരു പുതിയൊരു സംഭവം കണ്ടു കഴിഞ്ഞിട്ട് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നത് മാത്രമാണ്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും തരാം. താങ്ക് യു.